ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രൂശിലെ 7-ാമത്തെ മൊഴിയാണ്. വചനം ഇങ്ങനെയാണ്. ലൂക്കോസ് 23:46. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നാം എന്തായിരിക്കും പറയുക? ആ നിമിഷത്തിൽ ഭയവും ആശങ്കയും വേദനയും ആയിരിക്കും. എന്നാൽ യേശുക്രിസ്തു തൻ്റെ അവസാന ശ്വാസത്തിൽ പറഞ്ഞത് ഒരു വലിയ രഹസ്യമാണ്. പിതാവേ എന്ന് വിളിക്കുന്നത് ഒരു ബന്ധം, ഒരു വിശ്വാസം. എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണ സമർപ്പണമാണ്. യേശുവിൻ്റെ മരണമടുക്കുന്ന സമയമാണ്. ഭയമില്ല, ആശങ്കയില്ല, ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വാസം മാത്രം, പൂർണ്ണ സമർപ്പണം മാത്രം. നാം ഓർക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ അവസാന നിമിഷത്തിലും ശാന്തനായിരിക്കും. മരണത്തെ മനുഷ്യർ ഭയപ്പെടുന്നു, എന്നാൽ യേശു മരണത്തെ ജയിച്ചു. യേശു തൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുന്നില്ല, ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമാണ്. വിട്ടുകൊടുക്കുന്നത് ബലഹീനതയാണ്, ഏൽപ്പിക്കുന്നത് വിശ്വാസമാണ്. സഹോദരങ്ങളെ, ജീവിതം നിന്റെ നിയന്ത്രണത്തിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ഭയമുണ്ടോ? ആശങ്കയുണ്ടോ? ഈ വചനത്തിലൂടെ പറയുന്നത്, നിന്റെ ജീവിതം ദൈവത്തിലേക്ക് ഏൽപ്പിക്കൂ. നീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. പ്രിയമുള്ളവരെ, യേശു തൻ്റെ അവസാന ശ്വാസത്തിൽ ദൈവത്തിനോടുള്ള വിശ്വാസം കാണിച്ചു. നിന്റെ ജീവിതം ഇപ്പോഴും നിന്റെ കൈകളിലാണോ? ഉറപ്പായും ഈ നിമിഷം നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശുവേ, എൻ്റെ ജീവിതവും എൻ്റെ ആത്മാവും നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലെത്തുന്നു. ഈ നിമിഷത്തിൽ എൻ്റെ ഹൃദയം ശാന്തമാക്കണമേ. എൻ്റെ ചിന്തകൾ നീ ശാന്തമാക്കണമേ. പിതാവേ, ഞാൻ പൂർണ്ണനല്ല. എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും വന്നു പോയിട്ടുണ്ട്. എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. യേശുവിൻ്റെ കരുണ കൊണ്ട് എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവേ, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ. പിതാവേ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതമെല്ലാം എൻ്റെ കൈകളിലല്ല, പിതാവിൻ്റെ കരങ്ങളിലാണെന്ന് വിശ്വസിക്കുന്നു. ദൈവമേ, ഞാൻ നിൻ്റെ കൈകളിൽ സുരക്ഷിതനാണ്. നീ എന്നെ വിടുകയില്ല, നീ എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയിൽ സുരക്ഷിതമാണ്. എൻ്റെ ആത്മാവ് തളരാതിരിക്കട്ടെ. ദുർബലതയിൽ ശക്തി നൽകണമേ. ഭയത്തിൽ ധൈര്യം നൽകണമേ. ആശങ്കയിൽ സമാധാനം നൽകണമേ. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.